സിനാക്കാൻ പറഞ്ഞാൽ കൂടുതൽ വായിക്കാൻ ഒന്നും അറിയത്തില്ല. ചെറിയ മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. ടെൻഷനെല്ലാം കൂടി എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് പോയി അവിടെ ഇറങ്ങി കണ്ടവരുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ കണ്ടവരുമുണ്ട്. അവിടെ ആരോ വെപ്രാളം കെട്ട് നടക്കുന്നുണ്ട്. ചായ മേടിച്ച് ആരോ കൊടുത്ത് ടിക്കറ്റും കൊടുത്ത് ഇങ്ങോട്ട് കയറാൻ വേണ്ടി കയറ്റി ഇരുത്തിയതാണ്, റെയിൽവേ സ്റ്റേഷനിൽ ഇരുത്തിയതാണ്. പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ആളുകൾ അവിടെ അങ്കമാലിൽ എത്തിയ കണ്ട് ഹസീനയുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് കണ്ടപ്പോഴും അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടല്ലേ, കൈ ചെറിയ കണ്ടാണ് അവർ ഇടപെടുന്നത്. അവർ കണ്ട് ഇവിടെ കരഞ്ഞുകൊണ്ട് ഇതൊക്കെ വല്ലവരും പറഞ്ഞപ്പോൾ അവർ തിരിച്ച് കയറ്റി വിടാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പത്തനംതിട്ട തിരുവല്ല സ്വദേശി ഹസീന എന്ന് പറയുന്ന സഹോദരിയെ കാണാതായിട്ട് ഇന്നത്തേക്ക് 6 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം കാര്യമായ ഒരു പുരോഗതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സ്വന്തം മാതാവ് തന്നെ ഇപ്പോൾ പുറത്തു വന്ന് പറയുന്നത്. വേദനാജനകമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സഹോദരിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുട്ടികൾ ഈ ഉമ്മയുടെ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ സഹോദരി മിസ്സായി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ അങ്കമാലിയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെയാണ് ഈ സഹോദരി മിസ്സിംഗ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനുശേഷം ആൾക്കാർ ഈ സഹോദരിയെ കാണുകയും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്ത് കൊടുത്തു എന്നും ചായ വാങ്ങി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സഹോദരിക്ക് ആകെ അറിയാവുന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ മാത്രമാണ്. കാരണം ഈ സഹോദരിക്ക് ചെറിയ ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് നമ്പറുകളും കാര്യങ്ങളും എല്ലാം ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടി നമ്മൾ പരിഗണിക്കണം. തീർച്ചയായിട്ടും അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയും അതുപോലെ തന്നെ കായംകുളത്തേക്കാണ് ടിക്കറ്റ് കരുനാഗപ്പള്ളിക്ക് കിട്ടാത്തത് കൊണ്ട് കായംകുളത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ സഹോദരിയോട് തിരിച്ചു പോകാൻ വേണ്ടി പറയുന്നത്. അവിടെ വന്നിട്ട് ഈ സഹോദരി ഹസീനയെ പിക്ക് ചെയ്യണമെന്ന് ഈ ടിക്കറ്റ് എടുത്തു കൊടുത്ത ആൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് ഹസ്ബൻഡിനോട് സംസാരിക്കുകയും എല്ലാം ചെയ്തതാണ്. അദ്ദേഹം കായംകുളത്ത് പോയിട്ട് ഹസീന വരുമെന്ന പ്രതീക്ഷയിൽ രാത്രി 12 മണിയോളം അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. പക്ഷേ സമയങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഹസീന മാത്രം തിരിച്ചു വന്നില്ല. ഒരു കുടുംബം, ഉമ്മയും അതുപോലെ തന്നെ 2 പിഞ്ചു മക്കളടക്കം ഹസീന എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി കാവലാണ്, കാത്തിരിക്കുകയാണ്. തേടാത്ത വാതിലുകളില്ല, മുട്ടാത്ത വാതിലുകളില്ല, അതുപോലെ തന്നെ പറയാത്ത അധികാരികളില്ല. ഉമ്മ പറയുകയാണ്, 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, ഹസീന നീ പെട്ടെന്ന് തിരിച്ചു വാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഹസീന എന്ന് പറയുന്നത് ചില മാനസിക ബുദ്ധിമുട്ടുകളുള്ള സഹോദരിയാണ്. അതുകൊണ്ട് ഈ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ അവിടുന്ന് ട്രെയിൻ മാറി കയറിയോ ചെന്നൈക്ക് എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹസീന എന്ന് പറയുന്ന സഹോദരിയെ കണ്ടുകിട്ടാൻ വേണ്ടി സഹായിക്കുകയാണെങ്കിൽ വലിയ ഒരു ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും ആ മാതാവിനും അവരുടെ കുടുംബക്കാരനും എന്താണ് പറയാനുള്ളത്, നമുക്ക് അതൊന്ന് കേൾക്കാം. ചുമത്ര സ്വദേശിയായ ഹസീനയെ കാണാതായിട്ട് ഇന്ന് 6 ദിവസം പിന്നിടുകയാണ്. ഈ 6 ദിവസത്തിനുള്ളിൽ ഹസീനെ പറ്റി കാര്യമായ വിവരങ്ങളൊന്നും പോലീസിനോ വീട്ടുകാർക്കോ ലഭിച്ചിട്ടില്ല. ആകെ അറിയാവുന്ന ഒരു കാര്യം, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഹസീന ട്രെയിൻ കയറി അങ്കമാലി വരെ എത്തിയെന്നാണ് ഇവർക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഹസീനയ്ക്ക് 2 കൊച്ചു കുട്ടികളുമുണ്ട്. അതുപോലെ തന്നെ കുടുംബം വലിയ സങ്കടത്തിലാണ്. ഹസീനയുടെ അമ്മ നമ്മുടെ ഒപ്പം ചേരുകയാണ്. അമ്മയെ, ഹസീനെ എങ്ങനെയാണ് കാണാതെ ആ കാര്യങ്ങളൊന്നും? ഹസീന കരുനാഗപ്പള്ളിയിലോട്ട് പോയാൽ തിരുവല്ലായിന്ന് കയറി തിരിച്ചു വരുന്ന വഴിയാണ് മിസ്സായത്. വണ്ടി ചെന്ന് ഇറങ്ങിയത് അങ്കമാലിയിൽ ഇറങ്ങി കണ്ടവരുണ്ട്. അവിടെ ഒരു കടയിരിക്കുന്നതും അവർ ടിക്കറ്റ് എടുത്ത് ആൾക്കാർ കൊടുക്കുകയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ആ കരുനാഗപ്പള്ളി കയറിയത് തിരുവല്ലയ്ക്ക് വന്നത്. അങ്കമാലിയിലെത്തി. ഹസീനാക്കാൻ പറഞ്ഞാൽ കൂടുതൽ വായിക്കാൻ ഒന്നും അറിയത്തില്ല. ചെറിയ മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. ടെൻഷനെല്ലാം കൂടി എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് പോയി അവിടെ ഇറങ്ങി കണ്ടവരുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ കണ്ടവരുമുണ്ട്. അവിടെ ആരോ വെപ്രാളം കെട്ട് നടക്കുന്നുണ്ട്. ചായ മേടിച്ച് ആരോ കൊടുത്ത് ടിക്കറ്റും കൊടുത്ത് ഇങ്ങോട്ട് കയറാൻ വേണ്ടി കയറ്റി ഇരുത്തിയതാണ്, റെയിൽവേ സ്റ്റേഷനിൽ ഇരുത്തിയതാണ്. പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ആളുകൾ അവിടെ അങ്കമാലിൽ എത്തിയ കണ്ട് ഹസീനയുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് കണ്ടപ്പോഴും അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടല്ലേ, കൈ ചെറിയ കണ്ടാണ് അവർ ഇടപെടുന്നത്. അവർ കണ്ട് ഇവിടെ കരഞ്ഞുകൊണ്ട് ഇതൊക്കെ വല്ലവരും പറഞ്ഞപ്പോൾ അവർ തിരിച്ച് കയറ്റി വിടാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് അവിടെ ഇരിക്കുന്നതും കണ്ടവരുണ്ട്. എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ഹസീനയുടെ അടുത്ത ബന്ധുകൂടിയായിരിക്കുന്ന സൂരജൂടുണ്ട്. സൂരജ്, അവിടെ എത്തിയ ആളുകൾ അങ്കമാലിൽ എത്തിയാണ് വീട്ടുകാരെ വിളിച്ചു പറഞ്ഞത് അല്ലേ? അതെ, അങ്കമാലി വെച്ച് കണ്ടിട്ട് അവിടുന്ന് കാണുകയും പിന്നെ അവർ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. അവരവിടുന്ന് സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പം
കരയുന്നതും വിഷമിച്ചിരിക്കുന്നതും കണ്ടിട്ട് അവർ ടിക്കറ്റ് എടുത്ത് കൊടുക്കുക. എന്നാൽ അവിടുന്ന് അവർ ഇവിടെ സ്ഥലം വെച്ചപ്പോൾ കരുനാഗപ്പള്ളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കരുനാഗപ്പള്ളിയിലുള്ള ഏതൊരു അനീഷേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ അവർ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്താണ് പറയുന്നത്. ഹസീനയ്ക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ നമ്പർ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വിളിച്ചു സംസാരിച്ചു. അതിനുശേഷം ഇവർ പറഞ്ഞു ഇന്നുപോലെ അങ്കമാലി എത്തിയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഹസീനോട് സംസാരിക്കുകയും അവരോട് പറഞ്ഞപ്പോൾ അവർ ചായ കണ്ട് വാങ്ങിച്ചു കൊടുത്തു. പിന്നീട് ടിക്കറ്റ് എടുത്ത് കൊടുത്തു. അന്ന് രാത്രി പിന്നെ കരുനാഗപ്പള്ളിക്ക് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് അവർ എടുത്തു കൊടുത്ത ടിക്കറ്റ് കായംകുളത്തേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെ ഇൻഫോം ചെയ്തായിരുന്നു കായംകുളത്ത് വന്ന് പിക്ക് ചെയ്യണം. ഇതുപോലെ അവർക്ക് ട്രെയിൻ അന്നേരം 10:30 അവർ മലപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ആൾക്കായിരുന്നു. അപ്പോൾ അവർ 10:30 ട്രെയിൻ കയറുന്നതിന് മുമ്പായിട്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിരുത്തി. അത് അവർ 10:30 ട്രെയിൻ കയറിപ്പോയി. പക്ഷേ അതിനുശേഷം ഈ ഹസീന 12:00 ട്രെയിൻ അവിടെ നിന്ന് കയറിയോന്ന് നമുക്കറിയില്ല. അതേസമയം തന്നെ ഞാനിവിടെ നമ്മളിവിടെ FIR ഫയൽ ചെയ്തായിരുന്നു. അന്ന് നമുക്ക് ഇവിടുത്തെ വിഷ്ണു സാർ പറഞ്ഞ പ്രകാരം അന്ന് ചെന്നൈക്ക് ഒരു ട്രെയിൻ കൂടെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് കായംകുളത്തേക്കുള്ള ട്രെയിൻ കയറിയെന്ന് നമുക്കറിയില്ല. ഇനി അതോ ചെന്നൈക്കുള്ള ട്രെയിൻ മാറി കയറിപ്പോയെന്നും അറിയില്ല. അപ്പം അങ്ങനൊരു പ്രശ്നത്തിലാണ് നമ്മളിരിക്കുന്നത്. പിന്നെ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ്റെ കൺസെപ്റ്റ് അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കും. തീർച്ചയായിട്ടും ഈ സഹോദരി മിക്കവാറും ചെന്നൈക്കുള്ള ട്രെയിൻ മാറി കയറി പോകാനാണ് സാധ്യത. കാരണം കാര്യമായിട്ടുള്ള എഴുത്തും വായനയും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു സഹോദരിയാണ്. ആ സഹോദരിക്ക് ആകെ ഞാൻ പറഞ്ഞതുപോലെ അറിയാവുന്നത് ഹസ്ബൻഡിൻ്റെ നമ്പർ മാത്രമാണ്. പക്ഷേ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സഹോദരിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റാത്തത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്ക് സഹായിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരം വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആ ഉമ്മയുടെ ഒരു പ്രാർത്ഥനയ്ക്ക്, അല്ലെങ്കിൽ ആ ഉമ്മയും അതുപോലെ തന്നെ 2 മക്കളും ഈ ഹസീന എന്ന് പറയുന്ന സഹോദരിയുടെ ഒരു തിരിച്ചുവരനായിട്ട് അവിടെ വീട്ടിൽ കാത്തിരിക്കുകയാണ്. പോലീസിന് ഇതുവരെ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും അവരുടെ അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. പോലീസ് സംവിധാനങ്ങളൊക്കെ നമുക്കറിയാം ഒരുപാട് സമയം എടുത്തുകൊണ്ട് അവരുടെ ആ ഒരു നിബന്ധനക്കനുസരിച്ച് മാത്രമുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും മാത്രമേ അവർ നടത്തുകയുള്ളൂ. ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു കാലമാണ്. സോഷ്യൽ മീഡിയ വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സെക്കൻഡുകളിൽ തന്നെ നമുക്ക് ഹസീന എന്ന് പറയുന്ന സഹോദരിയെ കണ്ടെത്തി അവർ 2 പിഞ്ചുകുണികൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും അത് വലിയൊരു ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ മക്കൾക്ക് ജീവിതവും തിരിച്ചു കിട്ടും. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹസീന എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ അതുപോലെ തന്നെ 2 മക്കളുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ പഠിച്ച തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.